അപ്പോൾ നമ്മുടെ ജി ഡി എസിൻ്റെ നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ജി ഡി എസ് എന്ന് പറയുമ്പോൾ ഗ്രാമീൺ ടാക്സ് സേവക്കാണ്. സോ ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിന് എക്സാം ഇല്ല, ഫിസിക്കൽ ഇല്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള ഒരു സെലക്ഷൻ പ്രക്രിയകൾ ലൈക്ക് പറയുകയാണെങ്കിൽ ഇൻ്റർവ്യൂ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല. ജസ്റ്റ് നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ് എടുക്കും. 10ാം ക്ലാസ്സാണ് ഇതിന് അപേക്ഷിക്കാനുള്ള യോഗ്യത. 10ാം ക്ലാസ്സിൽ ആർക്കാണോ കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഉള്ളത് അവരെ സെലക്ട് ചെയ്യും. അതുമാത്രമല്ല ഏജ്, ബാക്കിയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒരു അടിസ്ഥാനം തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 10ാം ക്ലാസ്സിൻ്റെ പ്രായത്തിന്, 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സെലക്ഷൻ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ 10ാം ക്ലാസ് മാത്രം മതി അപേക്ഷിക്കാൻ. നിങ്ങൾക്ക് ഏത് വിഭാഗക്കാരാണെങ്കിലും അപേക്ഷിക്കാം. അതുപോലെ തന്നെ വുമൺ, അതുപോലെ മെൻ ആൻഡ് വുമൺ ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കും. ഏകദേശം 40 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റുകളാണ് ഇതിൽ വരുന്നത്. അങ്ങനെ ഒരുപാട് അനേകം ഫെസിലിറ്റി ഉള്ള ഒരു ഗവൺമെൻറ് ജോബ് അല്ലെങ്കിൽ നല്ലൊരു അവസരം തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങാൻ പോകുന്ന ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കാണാൻ സാധിക്കും 31/1/2026, അതായത് ജാനുവരി 31-നാണ് അപേക്ഷ തുടങ്ങുന്നത്. ഏകദേശം നിങ്ങൾക്ക് ഫെബ്രുവരി 14 വരെ അപേക്ഷിക്കാനുള്ള സമയം പറയുന്നുണ്ട്. ഇതൊരു ഷോർട്ട് നോട്ടീസ് മാത്രമാണ് കേട്ടോ, അതായത് ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണ്. അപേക്ഷ തുടങ്ങുമ്പോൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സമയം പറഞ്ഞത് 2/2/2026 മുതൽ ഏകദേശം 16/2/2026 വരെ ഫീ പേയ്മെൻറ്റ് സമയമൊക്കെ പറയുന്നുണ്ട്. സോ ഫീ പേയ്മെൻറ്റ് നമുക്ക് അപേക്ഷേൻ്റെ കൂടെ തന്നെ നോർമലി കൊടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിലിങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇറങ്ങുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ തെറ്റുകൾ തിരുത്താനുള്ള സമയം അത് 18/2/2026 മുതൽ 19/2/2026 വരെ എന്തെങ്കിലും തെറ്റുകൾ അഥവാ അപേക്ഷയിൽ വന്നിട്ടുള്ള തിരുത്താനുള്ള സമയവും കാര്യങ്ങളൊക്കെ നൽകുന്നതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. 2 ദിവസവും നൽകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 31-ാം തീയതി മുതലാണ് നമുക്ക് അപേക്ഷ തുടങ്ങുന്നത്. ആ സമയത്ത് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അന്നേരം നമ്മൾ കൃത്യമായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും. ഇനി നോക്കാനുള്ളത് ഇതിൻ്റെ വേക്കൻസിയും കാര്യങ്ങളൊക്കെയാണ്. വേക്കൻസി നമുക്ക് കേരളത്തിന് നോക്കാം. കേരളത്തിൻ്റെ വേക്കൻസി 1691 നിലവിൽ ഇപ്പോൾ ഉള്ളത്. മേ ബി വേക്കൻസി കൂടാം, നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നിലവിൽ 1691 ടോട്ടൽ വേക്കൻസി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 28,740 വേക്കൻസിയാണുള്ളത്. 28,740 വേക്കൻസിയാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. 10ാം ക്ലാസ് മാത്രമാണ് യോഗ്യത. അതുപോലെ 40 വയസ്സ് വരെയൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും. മെൻ ആൻഡ് വുമൺ ഒരുപോലെ തന്നെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നല്ല മികച്ചൊരു അവസരം തന്നെയാണ് വരുന്നത്. ഒരുപാട് പേര് എല്ലാ തവണ ഇതിന് അപേക്ഷിക്കുന്നതാണ്. പരീക്ഷയില്ല, ഫിസിക്കലില്ല, ഇൻ്റർവ്യൂ ഇല്ല, അങ്ങനെ യാതൊരു കാര്യങ്ങളും ഇല്ല. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ മാർക്ക് ഉണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോബിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന മികച്ചൊരു അവസരം തന്നെയാണ് നമ്മുടെ ഗ്രാമീൺ തക് സേവക്, ഇന്ത്യൻ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിക്കുന്ന ഗ്രാമീൺ തക് സേവക് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും.